نستغفر الله الذي لا إله إلا هو الحي القيوم ونتوب إليه. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم ونستغفرك لما لا نعلم. اللهم لك أسلمنا وبك آمنا وعليك توكلنا وإليك أنبنا وبك خاصمنا. نعوذ بعزتك لا إله إلا أنت أن تضلنا. أنت الحي الذي لا يموت والجن والإنس يموتون. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയുടെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിലെ 35 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. وقلنا നാം പറഞ്ഞു, യാ ആദം, ഓ ആദം, ഉസ്കുൻ, താങ്കൾ താമസിച്ചു കൊള്ളുക, അൻത, താങ്കളും, വസൗജുക, താങ്കളുടെ ഭാര്യയും താങ്കളുടെ ഇണയും, അൽ ജന്ന, സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക, വകുല, നിങ്ങൾ രണ്ടുപേരും കഴിച്ചുകൊള്ളുക, തിന്നുകൊള്ളുക, മിൻഹ, സ്വർഗത്തിൽ നിന്ന്, റഗദൻ, വിശാലമായി സമൃദ്ധമായ രൂപത്തിൽ, ഹൈസു ശിഅ്തുമ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രകാരം, വലാ തഖറബ, എന്നാൽ നിങ്ങൾ അടുത്തു പോകരുത്, ഹാദിഹി ഷജറ, ഇതാ ഈ മരത്തോട് നിങ്ങൾ അടുത്തു പോകരുത്, അതിൽ നിന്ന് കഴിക്കരുത്, ഫതകൂന, അങ്ങനെ എങ്ങാനും ചെയ്താൽ നിങ്ങൾ രണ്ടുപേരുമായി പോകും, മിനദ്ദാലിമീൻ, അക്രമികളുടെ കൂട്ടത്തിലായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ മുഴുവൻ പിതാവായ ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ ആദം അലൈഹിസ്സലാമിനെ പ്രവേശിപ്പിക്കുകയും കൂടെ മനുഷ്യരുടെ മുഴുവൻ ഉമ്മയായ ഹവ്വ റളിയല്ലാഹു അൻഹ അവരെ താമസിപ്പിക്കുകയും അവരോട് അവിടെ നിന്ന് സുഭിക്ഷമായി ഭക്ഷിക്കാൻ പറയുകയും ചെയ്തതാണ്. ആ കാര്യമാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. വഖുൽന, നാം പറഞ്ഞു, യാ ആദം, ഓ ആദം, ആദം അലൈഹിസ്സലാമിനെ റബ്ബ് സുബ്ഹാനഹു വ തആല വിളിച്ചു. അള്ളാഹുവിൻ്റെ വിളി ആദം അലൈഹിസ്സലാം കേട്ടു. അള്ളാഹുവിൻ്റെ സംസാരം അവൻ്റെ വിശേഷണമാണ് എന്നതിനുള്ള അനേകം തെളിവുകളിലൊന്നാണിത്. റബ്ബ് സംസാരിക്കും. ആ സംസാരം ആരോടാണോ അവരത് കേൾക്കും. ആദം നബിയോട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു അവൻ്റെ നബിമാരോട് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ മലായിക്കത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. അവൻ നാളെ പരലോകത്ത് അവൻ്റെ അടിമകളോട് സംസാരിക്കും. സ്വർഗത്തിൽ മുഅ്മിനുകളോട് സംസാരിക്കും. ഇവിടെ നോക്കൂ, ആദം അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഉസ്കുൻ, താമസിക്കുക, താങ്കൾ താമസിച്ചു കൊള്ളുക, അൻത വസൗജുക, താങ്കളുടെ ഇണയും അഥവാ ഹവ്വാവും. ഹവ്വായിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചത് ആദമിൽ നിന്നാണ്. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ. ഓ മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളെ ഒരൊറ്റ നഫ്സിൽ നിന്ന് പടച്ച, എന്നിട്ട് അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെ പടച്ച റബ്ബിനെ, അള്ളാഹു റബ്ബുൽ ആലമീൻ ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. എന്നാൽ ഹവ്വായിനെ അള്ളാഹു പടച്ചത് ആദമിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനുള്ള തെളിവാണത്. കാരണം അള്ളാഹു മനുഷ്യരെ പൊതുവെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. എന്നാൽ ആദമിനെ അള്ളാഹു പടച്ചത് ഒരാണോ പെണ്ണോ ഇല്ലാതെയാണ്. ഈസ അലൈഹിസ്സലാമിനെ അള്ളാഹു പടച്ചത് ഒരു ആണില്ലാതെയാണ്. ഹവ്വായിനെ അള്ളാഹു പടച്ചത് ഒരു പെണ്ണില്ലാതെ, ആണിൽ നിന്നാണ്. സൂറത്തു അൻ-നിസായിലെ ആദ്യത്തെ ആയത്തിൽ ഈസ അലൈഹിസ്സലാമിനെ പടച്ച രൂപം ഒഴികെ ബാക്കി 3 വന്നിരിക്കുന്നു. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക, അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ നഫ്സിൽ നിന്ന്, ഒരു ദേഹത്തിൽ നിന്ന് നിങ്ങളെ പടച്ച അള്ളാഹുവിനെ, വഖലഖ മിൻഹാ സൗജഹ, അതിൽ നിന്ന് തന്നെ അള്ളാഹു അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചു. പിന്നെയോ ബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അവർ രണ്ടുപേരിൽ നിന്ന് അള്ളാഹു ധാരാളക്കണക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും പടച്ചു. 3 മനുഷ്യ സൃഷ്ടിപ്പിന്റെ രൂപവും ആ ഒരൊറ്റ ആയത്തിൽ വന്നു. ഏതു മാത്രമാണ് ആ ആയത്തിലില്ലാത്തത്? ആണില്ലാതെ
ആണില്ലാതെ പെണ്ണിൽ നിന്ന് മാത്രമായി സൃഷ്ടിച്ച രൂപം, മറിയമിൽ നിന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ ഈസ അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച രൂപം. നോക്കൂ, പിതാവില്ലാതെ പടച്ചു എന്നതുകൊണ്ട് ഈസ അലൈഹിസ്സലാമിനെ ഇലാഹാക്കി നസ്രാനികൾ. അവർ പറഞ്ഞു ഇത് റബ്ബിൻ്റെ പുത്രനാണ്, അള്ളാഹുവിൻ്റെ സന്താനമാണെന്ന് പറഞ്ഞു. വലയ്യാദു ബില്ലാഹ്. അതുകൊണ്ട് ആണില്ലാതെ പിതാവില്ലാതെ സൃഷ്ടിക്കപ്പെട്ടു എന്നതുകൊണ്ട് ആരാധനക്കർഹനാണെന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അങ്ങനെയാണെങ്കിൽ ആരെ അവർ ആരാധിക്കേണ്ടി വരും? ഈസാ നബിക്ക് മുൻപേ ആദം നബി ആരാധിക്കേണ്ടി വരും. അതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഇന്ന മസല ഈസ ഇൻദല്ലാഹ്, അള്ളാഹുവിൽ ഈസായുടെ ഉദാഹരണം ആരെ പോലെയാണ്? കമസലി ആദം, ആദം അലൈഹിസ്സലാമിനെ പോലെയാണ്. ഖലഖഹു മിൻ തുറാബ്, അള്ളാഹു മണ്ണിൽ നിന്ന് ആദമിനെ പടച്ചു. സുമ്മ ഖാല ലഹു, എന്നിട്ട് ആദമിനോട് അള്ളാഹു പറഞ്ഞു കുൻ, ഉണ്ടാകൂ എന്ന്. ഫയകൂൻ, അപ്പോഴതാ ആദം ഉണ്ടാകുന്നു. എങ്കിൽ അവർ ആദം നബിയല്ല ആരാധിക്കേണ്ടത്. കാരണം ആണില്ലാതെ സൃഷ്ടിക്കപ്പെടുക എന്നത് അത്ഭുതമാണെങ്കിൽ അതിനേക്കാൾ വലിയ അത്ഭുതമാണ് ആണും പെണ്ണുമില്ലാതെ സൃഷ്ടിക്കപ്പെടുക എന്നത്. അല്ല, ആണില്ലാതെ പടക്കപ്പെട്ട ഈസാ നബിയല്ല, പെണ്ണില്ലാതെ ആണും പെണ്ണുമില്ലാതെ സൃഷ്ടിക്കപ്പെട്ട ആദം നബിയുമല്ല, മറിച്ച് അവരെയെല്ലാം സൃഷ്ടിച്ച അല്ലാഹു റബ്ബുൽ ആലമീൻ, അവനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, അവനെ മാത്രം. അതാണ് ഈസാ അലൈഹിസ്സലാം പറഞ്ഞത്, ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅ്ബുദൂഹു ഹാദാ സിറാത്തുൻ മുസ്തഖീം. അള്ളാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും റബ്ബ്. ഹാദാ സിറാത്തുൻ മുസ്തഖീം, ഇതാണ് നേരായ പാത, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത്. നോക്കൂ, അള്ളാഹു ഹവ്വായിനെ ആദമിൽ നിന്ന് പടച്ചു. ആദമിൻ്റെ വാരിയെല്ലിൽ നിന്നാണ് ആരെ പടച്ചത്? ഹവ്വായിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ നോക്കൂ, അവർ തമ്മിലുള്ള സ്നേഹവും അവർ തമ്മിലുള്ള ഇണക്കവും ഏറ്റവും പരിപൂർണമാണ്. എന്തുകൊണ്ട്? കാരണം അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ പെണ്ണിനെ പടച്ചത് അവരുടെ ഇണയായ ആണിൽ നിന്ന് തന്നെയാണ്. അത് അങ്ങേയറ്റത്തെ സ്നേഹവും അങ്ങേയറ്റത്തെ ഒരുമയും പ്രദാനം ചെയ്യുന്നൊരു കാര്യമാണ്. എന്തിനു വേണ്ടി? ലിയസ്കുന ഇലൈഹ, അവൻ അവളിൽ സമാധാനം കണ്ടെത്തുവാൻ, അവളിലാണ് അവന് ആശ്വാസമുള്ളത്. അവളോട് ചേരുമ്പോൾ അവന് ആശ്വാസമുണ്ടാകും. കാരണം അവനിൽ നിന്ന് തന്നെയാണ് അവളെ അള്ളാഹു പടച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നോക്കൂ, സൂറത്തു നിസാഇൻ്റെ തുടക്കത്തിലെ ഈ ആയത്ത്, അതേക്കുറിച്ച് പണ്ഡിതന്മാർ പറയുകയുണ്ടായി. അള്ളാഹു സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിധിവിലക്കുകൾ പറഞ്ഞ സൂറത്താണ് സൂറത്തു അന്നിസാ. ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറയുക, നിങ്ങളിൽ നിന്ന്, അഥവാ ആദമിൽ നിന്ന് അള്ളാഹു പടച്ചതാണ് ഹവ്വായിനെ. അപ്പോൾ നിങ്ങളുടെ ഒരു ഭാഗമാണ് അവൾ. അതുകൊണ്ട് അവളെ കുറിച്ച് അള്ളാഹു അവളുടെ കാര്യത്തിൽ നിങ്ങളോട് കൽപ്പിച്ചതെന്തോ ആ കാര്യങ്ങൾ നിങ്ങൾ പാലിക്കണം. നിങ്ങൾ അവരോട് റഹ്മത്തുള്ളവരാകണം. തിരിച്ച് അവൾ അവനെയും അങ്ങനെയാണ് കാണേണ്ടത്, സ്നേഹബഹുമാനങ്ങളോടെ. അതല്ലാതെ ആണിനെയും പെണ്ണിനെയും ശത്രുവായി പ്രഖ്യാപിക്കുക എന്നത് ഇസ്ലാമിൻ്റെ രീതിയല്ല. അത് ഫെമിനിസം എന്ന കുഫറിൻ്റെ ആശയധാര. അവരാണ് മനുഷ്യനെ ഈ വാദം പഠിപ്പിച്ചത്. അവരുടെ വാദപ്രകാരം ആണിനെയും പെണ്ണിനെയും അവർ ശത്രുക്കളാക്കിയാണ് നിലനിർത്തുന്നത്. എപ്പോഴും സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ബാധ്യതകളെക്കുറിച്ച് പറയുകയില്ല. പെണ്ണിൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാത്രം പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പെണ്ണിന് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ളതുപോലെ ആണിനുമുണ്ടത്. അല്ല, അതിനേക്കാൾ കൂടുതൽ അവന് ബാധ്യതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് ബാധ്യതകൾ വളരെ കുറച്ചു മാത്രമേ നൽകിയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹറഹാ വഅതാഅത് ബഅലഹാ വഹസ്സനത് ഫർജഹാ ദഖലത് ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി ثمانية ദഖലത് മിൻ അയ്യിഹാ ശാഅത്. ഒരു പെണ്ണ് അവൾ 5 നേരത്തെ അവളുടെ നിസ്കാരം നിർവഹിച്ചാൽ, അവളുടെ റമദാനിലെ നോമ്പെടുത്താൽ, അവളുടെ ലൈംഗികാവയം സംരക്ഷിച്ചാൽ, അവളുടെ ഭർത്താവിനനുസരിച്ചാൽ, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും അവൾക്ക് പ്രവേശിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ബാധ്യതകൾ എത്ര കുറച്ചാണ്. കാരണം
അവളുടെ കാര്യം നോക്കാൻ അള്ളാഹു പുരുഷന്മാരെ ബാധ്യതപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, ആദമിനെ അള്ളാഹു മണ്ണിൽ നിന്ന് പടച്ചു, ഹവ്വായിനെ അള്ളാഹു ആദമിൽ നിന്ന് പടച്ചു എന്നതിനാൽ നിങ്ങൾ നോക്കൂ, പുരുഷന്മാർ അവരെപ്പോഴും സ്വന്തം നിലനിൽപ്പ്, സ്വന്തം ജോലി, അവൻ്റെ കച്ചവടം, അവൻ്റെ അതുപോലുള്ള കാര്യങ്ങൾ, അതായിരിക്കും അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ പുരുഷനിൽ നിന്ന് അള്ളാഹു പടച്ചിട്ടുള്ളതിനാൽ അവളുടെ ശ്രദ്ധയും സംസാരവും, ഒരു പരസ്പരം കൂടിയിരുന്നാലുള്ള സംസാരമൊക്കെ കൂടുതൽ ആരെക്കുറിച്ചായിരിക്കും? അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ചായിരിക്കും. എന്നാൽ പുരുഷന്മാർ കൂടിയിരുന്നാൽ അവരുടെ ഭൂരിഭാഗം സംസാരം അവരുടെ ജോലിയും അവരുടെ കച്ചവടവും അവരുടെ മറ്റുള്ള കാര്യങ്ങളുമായിരിക്കും. കാരണം അള്ളാഹു ആദമിൻ്റെ നുഹ്മത്ത് നിശ്ചയിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവൻ്റെ വലിയ ചിന്ത നിശ്ചയിച്ചിട്ടുള്ളത് തുറാബിലാണ്, മണ്ണിലാണ്, മണ്ണിനെ കുറിച്ചാണ്. സ്ത്രീയുടെ പ്രധാനപ്പെട്ട ചിന്ത അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അവളുടെ ഭർത്താവിനെ കുറിച്ചാണ്, അവളുടെ ഇണയെക്കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം അവരെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ അങ്ങനെയാണ്. ഇവിടെ നോക്കൂ, അള്ളാഹു ആദം അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അൻത, താങ്കളും, വസൗജുക, താങ്കളുടെ സൗജും. പേര് പറഞ്ഞില്ല. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പേര് പറഞ്ഞത് ഒരേ ഒരു സ്ത്രീയുടേത് മാത്രമാണ്. ആരുടേതാണ്? മറിയം റളിയല്ലാഹു അൻഹ. ബാക്കിയുള്ള സ്ത്രീകളുടെ പേരുകൾ പറഞ്ഞില്ല. കാരണം അറബികളുടെ പഴയകാലത്തെ പൊതുവിലുള്ള രീതി സ്ത്രീകളുടെ പേരുകൾ പോലും മറച്ചു പിടിക്കുക എന്നതായിരുന്നു. അറബികളുടെ പഴയകാലം മുതലേ ഉള്ള രീതി അതായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ ആ രീതിയും ശൈലിയുമാണ് ഉള്ളത്. ഒരു സ്ത്രീയുടെ പേര് ആവശ്യം വന്നാൽ പറയാമോ? പറയാം, കുഴപ്പമൊന്നുമില്ല. ഹദീസുകളിൽ ധാരാളമായി സ്ത്രീകളുടെ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് മറച്ചു പിടിക്കാൻ സാധിക്കുന്ന സന്ദർഭങ്ങളിൽ മറച്ചു പിടിക്കുക എന്നത് അറബികൾ പണ്ട് മുതലേ പാലിച്ചു വന്ന രീതികളിലൊന്നാണ്. അതുകൊണ്ടാണ് സൗജുക, താങ്കളുടെ സൗജ്. അതുപോലെ അള്ളാഹു പറഞ്ഞത് കാണാം, ضربallahu مثلا للذين كفروا امرأة نوح وامرأة لوط. അള്ളാഹു കാഫിറുകൾക്ക് ഉദാഹരണമായി പറഞ്ഞു നൂഹിന്റെ ഭാര്യയെ, ലൂത്തിന്റെ ഭാര്യയെ. ضربallahu مثلا للذين آمنوا امرأة فرعون. അള്ളാഹു മുഅ്മിനുകൾക്ക് ഉദാഹരണമായി പറഞ്ഞു ഫിറഔനിന്റെ ഭാര്യ. അതുപോലെ അള്ളാഹു അബൂലഹബിനെ കുറിച്ച് അവന്റെ പേര് പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബി വതബ്. എന്നാൽ അവന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെ പറഞ്ഞു? വംറഅതുഹു, അവന്റെ ഭാര്യ, പേര് പറയാതെ. ഇത് നോക്ക്, ഖുർആനിലെ പൊതുവെ ഉള്ള ശൈലിയാണ്. ഒരേ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞിരിക്കുന്നു. ആ സ്ത്രീ ആകട്ടെ ഒരു അന്യ പുരുഷനും തൊട്ടിട്ട് പോലുമില്ലാത്ത ഏറ്റവും പരിശുദ്ധയായ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത സ്ത്രീയാണ് മറിയം റളിയല്ലാഹു അൻഹ. ലോക സ്ത്രീകളുടെ നേതാവായ മറിയം, ഈസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മ. മാത്രമല്ല ഈസാ നബി ആരിലേക്ക് മാത്രമേ ചേർത്തി പറയാൻ നിർവാഹമുള്ളൂ? മറിയമിലേക്ക്. ഈസ ഇബ്നു മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസ. അപ്പോൾ നോക്കൂ, ഇത് ഖുർആനിലെ പൊതുവായ ശൈലി, അറബികളുടെ പൊതുവായ ശൈലിയാണ്. ഇന്നും അവർ പാലിച്ചു പോകുന്ന, അവരിൽ പലരും പാലിച്ചു പോകുന്ന ശൈലിയുമാണ്. സ്ത്രീയുടെ പേര് പറയും പൊതുവെ കുഞ്ഞെത്തി ചേർത്ത് പറയുക. ഉമ്മ അബ്ദില്ല എന്നിങ്ങനെ കുഞ്ഞെത്ത് വെച്ച് ശരിയായ പേര് പറയാതിരിക്കുക എന്നത് ഒരു ശൈലിയാണ്, നല്ല ശൈലിയാണത്. ഞാൻ നേരത്തെ പറഞ്ഞ് മറക്കാതിരിക്കുക, പേര് പറയുക എന്നത് കുറ്റകരമായ ഒരു കാര്യമല്ല, അനുവദിക്കപ്പെട്ട കാര്യമാണ്. നോക്കൂ, മാത്രമല്ല സൗജുക എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. എന്തു പറഞ്ഞില്ല? സൗജതുക എന്ന് പറഞ്ഞില്ല. സൗജ്, അതുപോലെ സൗജ. സൗജ് എന്നത് ഭർത്താവിനും പറയാം, അതുപോലെ ഭാര്യയ്ക്കും പറയാം എന്ന് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാം. വേറെയും ആയത്തുകൾ അതിന് തെളിവാണ്. സൗജ് എന്നതിന് എന്തർത്ഥമുണ്ട്? ഭർത്താവ് എന്നർത്ഥമുണ്ട്. അതുപോലെ ഭാര്യ എന്നും. ഭാര്യ എന്ന അർത്ഥം ലഭിക്കണമെങ്കിൽ സൗജത്തുൻ എന്ന് പറയണമെന്ന് നിർബന്ധമില്ല. സൗജത്തുൻ എന്ന് പറയണമെന്ന് നിർബന്ധമില്ല. സൗജത്തുൻ എന്ന് പറഞ്ഞാൽ ഭാര്യയാണ്, സംശയമില്ല. പക്ഷെ സൗജ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? ഭാര്യ എന്നർത്ഥം ലഭിക്കും, ഭർത്താവ് എന്നർത്ഥം ലഭിക്കും. ഖുർആനിലെ പ്രയോഗം അതാണ്. ഖുർആനിൽ സൗജത്ത് എന്ന് വന്നിട്ടില്ല. എന്തേ വന്നിട്ടുള്ളൂ? സൗജ്. സൗജത്ത് എന്ന് പറയാമോ? പറയാം. പക്ഷേ സൗജ് എന്ന് രണ്ടിനും പറയാം. അൻത വ സൗജുക, താങ്കളും താങ്കളുടെ സൗജും, താങ്കളുടെ ഭാര്യയും താങ്കളുടെ ഇണയും പ്രവേശിക്കുക അൽ ജന്ന, താമസിക്കുക അൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഉമ്മയും ഉപ്പയും ആദ്യം താമസിച്ചത് എവിടെയാണ്? സ്വർഗത്തിലാണ്.
അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇടം, അവിടെയാണ് തിരിച്ചു ചെല്ലാൻ ആഗ്രഹിക്കേണ്ടത്, അവിടെയാണ്. എത്രയോ ചെറിയ പ്രായത്തിൽ താമസിച്ച, കളിച്ചു നടന്ന ഇടങ്ങൾ, ഓടി നടന്ന, സന്തോഷിച്ച, കൂട്ടുകാരൊന്നിച്ച് നടന്ന നാടുകൾ, ഇത് ഒരു മനുഷ്യൻ ചിലപ്പോൾ എത്ര കാലം കഴിഞ്ഞാൽ, അയാൾക്ക് വയസ്സായാലും ആ കാലം ഓർക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് തിരിച്ചു ചെല്ലാൻ മനുഷ്യന് തോന്നും. മനുഷ്യൻ അങ്ങനെ തൻ്റെ നഷ്ടപ്പെട്ട, തനിക്ക് പ്രിയപ്പെട്ട നാളുകളെ ഓർത്ത് അവിടേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവനാണ്. യാതൊരു സംശയവും അക്കാര്യത്തിൽ മനുഷ്യൻ്റെ പ്രകൃതിയാണ്. എങ്കിൽ നോക്കൂ, ആ ചിന്ത യഥാർത്ഥത്തിൽ ഏറ്റവും അധികം വേണ്ടത് ഏതിടത്തെക്കുറിച്ചാണ്? നിങ്ങൾ പറയൂ, ഏത് ഇടത്തെക്കുറിച്ചാണ്? സ്വർഗത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഒരു കവി പാടിയത്, നഖിൽ ഫുആദക ഹൈതു ശിഅത മിനൽ ഹവ മൽ ഹബീബു ഇല്ലൽ ഹബീബുൽ അവ്വൽ മൽ ഹുബ്ബു ഇല്ലാ ലിൽ ഹബീബിൽ അവ്വലി വകം മൻസിലിൻ ഫിൽ അർദി യഅലഫുഹുൽ ഫതാ വഹനീനുഹു അബദൻ ലിഅവ്വലി മൻസിലി നഖിൽ ഫുആദക ഹൈതു ശിഅത മിനൽ ഹവ. നീ നിന്റെ ഹൃദയം എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചു വച്ചോളൂ. മൽ ഹുബ്ബു ഇല്ലാ ലിൽ ഹബീബിൽ അവ്വലി, എന്നാൽ യഥാർത്ഥ സ്നേഹം അത് ആദ്യത്തെ ഹബീബിനോടാണ്. വകം മൻസിലിൻ ഫിൽ അർദി യഅലഫുഹൽ ഫതാ, ഭൂമിയിൽ എത്ര എത്ര ഇടങ്ങളുണ്ട്. യഅലഫുഹുൽ ഫതാ, ഒരു മനുഷ്യൻ അവന് ഇണക്കമുള്ള, അവനിഷ്ടമുള്ള ഇടങ്ങൾ. എന്നാൽ വഹനീനുഹു അബദൻ, അവൻ ഏറ്റവും എല്ലാ കാലത്തും എത്തിച്ചേരാൻ ഇഷ്ടപ്പെടുന്ന ഇടം അവ്വലു മൻസിൽ, അവൻ്റെ ആദ്യത്തെ താമസ സ്ഥലമാണ്. ഇത് യഥാർത്ഥത്തിൽ എവിടെയാണ്? യഥാർത്ഥത്തിൽ ഇതാകേണ്ടത് എവിടെയാണ്? സ്വർഗമാണ്. അവിടേക്ക് തിരിച്ചു ചെല്ലാൻ. കാരണം അവിടെ നിന്നാണ് വന്നത്. മനുഷ്യരെ, നിങ്ങളുടെ ഉപ്പയും അവിടെ നിന്നാണ് വന്നത്. യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ, ലാ യഫ്തിനന്നകും ശൈത്താൻ, പിശാച് നിങ്ങളെ വഴിതെറ്റിച്ച് കളയാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ. അതുകൊണ്ട് ഇതാണ് ആദ്യത്തെ ഇടം എന്ന് മനസ്സിലാക്കുക. ജന്ന, സ്വർഗം. അള്ളാഹു പറഞ്ഞു, വക്കുല മിൻഹ, നിങ്ങൾ അവിടെ നിന്ന് തിന്നുകൊള്ളൂ, രണ്ടുപേരും, റഗദൻ, സുഭിഷ്ടമായി, ഹൈതു ശിഅ്തുമാ, നിങ്ങൾ ഉദ്ദേശിച്ചതെല്ലാം, ഉദ്ദേശിക്കുന്നത് പോലെ. എന്നാൽ വലാ തഖറബ ഹാദിഹി ഷജറ, ഈ മരത്തോട് നിങ്ങൾ അടുത്തു പോകരുത്. ഉദ്ദേശം ആ മരത്തിൽ നിന്ന് കഴിക്കരുത് എന്നാണ്. പക്ഷേ അതിലേക്ക് അടുത്തു പോകരുത് എന്ന് പറഞ്ഞു. ഏതുപോലെ? വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്. അഥവാ അതിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ സൂക്ഷിക്കുക. അതിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ സൂക്ഷിക്കുക. കാരണം അത് എളുപ്പമായിരിക്കും. ഒരാൾക്ക് കണ്ണുകൾ നിയന്ത്രിക്കുക എന്നത് ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഹറാമിലേക്ക്, അന്യ സ്ത്രീകളിലേക്ക്, അവരുടെ ഫോട്ടോകളിലേക്ക്, അവരുടെ വീഡിയോകളിലേക്ക് നോക്കാതിരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ നീ അത് നിയന്ത്രിച്ചില്ല എങ്കിൽ, അതിൽ നീ അള്ളാഹുവിനെ സൂക്ഷിച്ചില്ല എങ്കിൽ, നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന മനസ്സിലെ ദുഷിച്ച ചിന്തകളെ ഒതുക്കാൻ, അതിൽ ക്ഷമിക്കാൻ പ്രയാസമായിരിക്കും. യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിലേക്ക് നിന്നെ വലിച്ചിഴച്ചത് നീ തന്നെയാണ്. നീയാണ് ഈ അതിലേക്ക് കയറാനുള്ള പണിയെടുത്ത്. അത് നോക്കരുതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു വഴിയുടെ ഉദാഹരണം വിവരിച്ചതുപോലെ, ഒരു നീളമുള്ള വടി, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വിരികൾ കൊണ്ട് മറച്ച വാതിലുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് പറഞ്ഞത് എന്താണ്? അത് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ്. ഒരു മുഅ്മിനിന്റെ മനസ്സിൽ ഒരു വിളിയാളമുണ്ട്. എന്ത്? ഇത് അള്ളാഹു നിശ്ചയിച്ചതാണ്. അത് നീ ആ വിരികൾ നീക്കി അങ്ങോട്ടേക്ക് നോക്കരുത്. നോക്കിയാൽ തലിജ്, നീ അങ്ങോട്ട് കയറിപ്പോകും. അതുകൊണ്ട് അതിലേക്ക് അടുപ്പിക്കുന്ന വഴികളെ വളരെ വളരെ ശ്രദ്ധിക്കണം. ഈ പാഠം ഈ ആയത്തിലുണ്ട്. ആദം അലൈഹിസ്സലാം എങ്ങനെയാണ് ഇബ്ലീസ് ആ തെറ്റ് ചെയ്യിച്ചത് എന്നതിലുണ്ട്. വലാ തഖറബ ഹാദിഹി ഷജറ, അതിലേക്ക് നയിക്കുന്ന ന്യായീകരണങ്ങൾ ചിലപ്പോൾ ശൈത്താൻ പറയും. ഏതുപോലെ ആദമിനോടും ഹവ്വായിനോടും ശൈത്താൻ പറഞ്ഞത് എന്താണ്? സത്യം ചെയ്തു. ഖാസമഹുമ, സത്യം ചെയ്തിട്ട് പറഞ്ഞു, ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങളോട് നസീഹത്തുള്ള ആളാണ്. അതിൽ പാഠം എന്താണ്? നിന്നോട് ഒരാൾ 100 തവണ 1000 തവണ സത്യം ചെയ്തു പറഞ്ഞാലും, നിന്നോട് എത്ര ഗുണകാംക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാലും ശരി, പറയുന്ന കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പനയോട് യോജിക്കുന്നതാണോ അല്ലേ?
ഖുർആനോട് സുന്നത്തിനോട് യോജിക്കുന്നതാണോ അല്ലേ എന്നതിലാണ് കാര്യമുള്ളത്. അയാളുടെ സത്യത്തിലോ അയാൾ പറയുന്ന കഥകളുടെ എണ്ണത്തിലോ ഒന്നുമല്ല. നമുക്ക് വലുത് തെളിവാണ്. അങ്ങനെ പറഞ്ഞു, എന്നോട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒന്നിനും കാര്യമില്ല. പറയുന്ന കാര്യം സത്യമാണോ അല്ലേ എന്നതാണ് കാര്യം, ജനങ്ങളുടെ അനുഭവങ്ങളുമല്ല. നിങ്ങൾ നോക്കൂ, ഷിർക്ക് പ്രചരിപ്പിക്കുന്ന, ബിദ്അത്ത് പ്രചരിപ്പിക്കുന്ന കക്ഷികൾ പലപ്പോഴായി ആളുകളോട് പറയാറുണ്ട്, നിങ്ങളിങ്ങനെയൊക്കെ പറയും, പക്ഷേ നമ്മുടെ ഉസ്താദ് അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി മരിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, മൂപ്പര സ്വർഗത്തിൽ നമ്മൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ പറയാറുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അള്ളാഹുവിൻ്റെ കിതാബിലുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ളത് നമ്മൾ കാണിച്ചു കൊടുത്താൽ അത് അവൻ സ്വീകരിക്കാൻ തയ്യാറല്ല. എന്നാൽ അവൻ ഈ പറയുന്ന കഥ നമ്മൾ വിശ്വസിച്ചോളണം, എന്നിട്ട് അവൻ്റെ ദീൻ ശരിയാണ് നമ്മൾ സമ്മതിച്ചു കൊടുത്തോളണം. ഇതെവിടുത്തെ ന്യായമാണ് കൂട്ടരെ? അള്ളാഹുവിൻ്റെ കിതാബിൽ ഇതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഇതാ, ഇത് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കില്ല. നിങ്ങളെ കിനാവ് കഥ നമ്മൾ സ്വീകരിക്കണം. ഇതെന്ത് ന്യായം? അതുകൊണ്ട് ആളുകളുടെ അനുഭവങ്ങളല്ല, കുറച്ച് കിതാബിനോടും സുന്നത്തിനോടാണ് നീ ഏത് വാദവും ശരിയാണോ തെറ്റാണോ എന്ന് തട്ടിച്ചു നോക്കേണ്ടത്. അതുപോലെ പിശാച് അവരോട് പറഞ്ഞത് എന്താണ്? ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ല, എന്നെന്നും ഈ സ്വർഗത്തിൽ കഴിയാൻ, ശാശ്വതരായി ജീവിക്കാൻ, അതുപോലെ അവസാനിക്കാത്ത മുൽക്ക്, അധികാരം നേടാനുള്ള വഴി പറഞ്ഞു തരട്ടെ എന്നാണ്. ഇത് രണ്ടുമല്ല, നാശമാണ്, തീരാത്ത പ്രയാസമാണ് അതുകൊണ്ടുണ്ടാവുക. അള്ളാഹു റഹ്മത്ത് ചൊരിഞ്ഞില്ല എങ്കിൽ നഷ്ടക്കാരുടെ കൂട്ടത്തിലായേ ഞങ്ങൾ എന്നാണ് ആദം അലൈഹിസ്സലാം ദുആ ചെയ്തത്. അത് നഷ്ടമാണ്, പക്ഷെ അള്ളാഹു പുറത്തു കൊടുത്തു, റഹ്മത്ത് നൽകി എന്നതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാമും ഹവ്വാവും ആ തെറ്റിൻ്റെ അനന്തരഫലം ശാശ്വതരായി അനുഭവിക്കേണ്ടി വരാതെ സ്വർഗത്തിലെത്താൻ അവർക്ക് സാധിക്കുന്നത്. അതല്ല എങ്കിൽ അത് നാശമാണ്. അതല്ല എങ്കിൽ നോക്കൂ, ഇനി അത് ചെയ്തതിൻ്റെ ഫലമായി അവർക്ക് കിട്ടിയത് എന്താണ്? ഈ പ്രയാസങ്ങളുടെ ഭൂമിയിൽ വിശപ്പിൻ്റെ, ദാഹത്തിൻ്റെ, ക്ഷീണത്തിൻ്റെ, അധ്വാനങ്ങളുടെ, വ്യസനങ്ങളുടെ ഈ ഭൂമിയിലാണ് അവർ എത്തിച്ചേർന്നത്. ഇതൊന്നുമില്ലാതിരുന്ന സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സ്വർഗത്തിൽ അവരോട് പറഞ്ഞെന്താണ്? ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറ വഅന്നക ലാ തദ്മഉ ഫീഹാ വലാ തദ്ഹ, നിനക്കിവിടെ വിശക്കേണ്ടി വരികയില്ല, ഇവിടെ നഗ്നരാകേണ്ടി വരികയില്ല, ഇവിടെ ദാഹിക്കുകയില്ല, ഇവിടെ വെയിൽ കൊള്ളേണ്ടി വരികയില്ല. ഇതൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് എത്തിച്ചേരേണ്ടി വന്നത്. ഇവിടെ ഈ ഭൂമിയിൽ, അർദിൽ ഇവിടെ എത്തിച്ചേരേണ്ടി വന്നു. എന്തേ കാരണം? അത് കഴിച്ചിട്ടാണ്. പക്ഷെ ഇബ്ലീസ് പറഞ്ഞു കൊടുത്തത് എന്താണ്? ഇവിടെ ഹുൽദ് വേണോ, ശാശ്വത ജീവിതം വേണോ, ഇവിടെ മുൽക്ക് വേണോ, അധികാരം വേണോ? അതാണ് തിന്മയെ അലങ്കരിച്ച് കാണിച്ചു കൊടുക്കുക, തിന്മയെ അതിനെ വലുതാക്കി, അതിന് പല നിറങ്ങളും നൽകി, അതിനെന്തോ നന്മയാണെന്ന് തോന്നിപ്പിക്കുക എന്നത് ശൈത്താൻ്റെ ശൈലിയാണ്. പിന്നെ അവരോട് പറഞ്ഞത് എന്താണ്? ഞാൻ മനസ്സിലാക്കുന്ന അള്ളാഹു ഇത് നിങ്ങളോട് കഴിക്കരുതെന്ന് പറഞ്ഞത് നിങ്ങൾ രണ്ട് മലക്കുകളാകാതിരിക്കാനാണ്, അല്ല എങ്കിൽ ഔ തകൂന മിനൽ ഖാലിദീൻ, ഇവിടെ നിങ്ങൾക്ക് ശാശ്വത ജീവിതം ലഭിക്കാതിരിക്കാനാണ്, അതുകൊണ്ട് കഴിച്ചോളൂ. ഇങ്ങനെ എന്തെല്ലാം ശ്രമങ്ങൾ, സത്യം ചെയ്ത് പറയുക, ഞാൻ നിങ്ങളോട് നസീഹത്തുള്ള ആളാണെന്ന് പറയുക, നിങ്ങൾക്ക് ഇതുകൊണ്ട് ഖൈറാണ് ലഭിക്കുക എന്ന് പറയുക, ഇതൊക്കെ എന്താ? അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് വഴിതെറ്റിക്കാനുള്ള അവൻ്റെ ദുഷിച്ച ശ്രമങ്ങളായിരുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, നിങ്ങൾ ഈ മരത്തോട് അടുക്കരുത്. അതാണ് അള്ളാഹു കൽപ്പിച്ചാൽ അതിനോട്, അള്ളാഹു വിലക്കിയ ഹറാമുകളുടെ അടുത്തേക്ക് പോകാതിരിക്കുക. കാരണം അടുത്തെത്തിയാൽ നീ അതിലേക്ക് ചാടിപ്പോകാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാറി നിൽക്കുക. അള്ളാഹുവിൻ്റെ ഹുദൂദ്, അവൻ്റെ അതിർവരമ്പുകൾ എന്ന് പറഞ്ഞാൽ, ചില അതിർവരമ്പുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു ഫലാ തഖ്റബൂഹ, അതിനോട് നിങ്ങൾ അടുത്തു പോകരുത്. ചില അതിർവരമ്പുകളെ കുറിച്ച് പറഞ്ഞു വലാ തഅതദൂഹ, നിങ്ങൾ അത് മുറിച്ചു കടക്കരുത്. ഹറാമാണോ അടുക്കരുത്, ഹലാലാണോ അത് ചാടിക്കടന്ന് അതല്ലാത്ത ഹറാമിലേക്ക് പോകരുത്. അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ വളരെ സൂക്ഷിക്കുക. വലാ തഖ്റബ ഹാദിഹി ഷജറ ഫതകൂന മിനൽ ളാലിമീൻ, അത് ചെയ്താൽ നിങ്ങൾ രണ്ടുപേരും അക്രമികളുടെ കൂട്ടത്തിലായി പോകും. അള്ളാഹുവെ സ്വർഗത്തിലാക്കി പറഞ്ഞതാണ്. പക്ഷേ എന്തുണ്ടായി? ഫഅസല്ലഹുമ ശൈത്താനു അൻഹാ ഫഅഖ്റജഹുമ മിമ്മ കാനാ ഫീഹ് ഫഅസല്ലഹുമ, അവർ രണ്ടുപേരെയും ശൈത്താൻ തെറ്റിച്ചു കളഞ്ഞു, അവരെ സലലിൽ വീഴ്ത്തി. അതാണ് അസല്ല, അവരുടെ ആ കാലിടർച്ചയിൽ അവനാണ്
അവനാണ് അവരതിലേക്ക് നയിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ന്യായങ്ങൾ, ദുർബോധനങ്ങൾ നടത്തിക്കൊണ്ട് ഫഅസല്ലഹുമ അവർ രണ്ടുപേരെയും ഷൈത്താൻ തെറ്റിച്ചു അൻഹ അതിൽ നിന്ന്. ഫഅഖ്റജഹുമ എന്നിട്ട് അവരെ രണ്ടുപേരെയും അവൻ പുറത്താക്കി മിമ്മ കാന ഫീഹ് അവരുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന്. നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ ആദമിനോടും ഹവ്വായിനോടും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞതാണ്. പക്ഷേ ഷൈത്താൻ പുറത്താക്കി എന്ന് അവനിലേക്ക് റബ്ബ് ചേർത്തി പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? അവനാണ് അതിന് കാരണക്കാരനായത്. എന്തുകൊണ്ടാണ്? മുസബ്ബിബ് അവനാണ്, അതിന് കാരണക്കാരൻ ഷൈത്താനാണ്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അവനിലേക്ക് അതിനെ ചേർത്തി പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നോക്കൂ സംഭവിച്ചത് ഒരു യൗമുൽ ജുമഅയിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. യൗമുൽ ജുമഅ വെള്ളിയാഴ്ചയാണ് അല്ലാഹു ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്. വഫീഹി ഉദ്ഖിലൽ ജന്ന അന്നാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. വഫീഹി ഉഖ്രിജ മിൻഹ അന്ന് തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും. അന്ന് തന്നെയാണ് അന്ത്യനാൾ സംഭവിക്കാൻ പോകുന്നത്. ഈ പറയപ്പെട്ട വലിയ പ്രത്യേകതകളുള്ള യൗം അത് യൗമുൽ ജുമഅയാണ്, വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ആ ദിവസമാണ് പ്രത്യേകത കൽപ്പിക്കുകയും പ്രത്യേകം ഇബാദത്ത് ചെയ്യുകയും ചെയ്യേണ്ടിയിരുന്ന ദിവസം എല്ലാവരും. പക്ഷേ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് മുമ്പുള്ള സമുദായങ്ങൾ ആ ദിവസത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. അങ്ങനെ യഹൂദികൾക്ക് കിട്ടി ഗദ്, പിറ്റേന്ന് ശനിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ. നസ്രാനികൾക്ക് ലഭിച്ചു ബഅദ ഗദ്, അതിൻ്റെയും പിറ്റേന്ന്. ഏത് ദിവസം? ഞായറാഴ്ച. എന്നാൽ അതാണ് അല്ലാഹ് ശരിയായ പ്രത്യേകതകളുള്ള ദിവസത്തിലേക്ക് അള്ളാഹു ഈ ഉമ്മത്തിന് ഹിദായത്ത് നൽകി. ആ ദിവസത്തിന് പ്രാധാന്യം കൽപ്പിക്കാൻ, അന്ന് ചെയ്യേണ്ട ഇബാദത്തുകൾ അന്ന് ഒരുമിച്ചു ചേരാൻ, അന്ന് പ്രത്യേകമായ ഉപദേശം കേൾക്കാൻ, അന്ന് നല്ല വസ്ത്രമണിയാൻ, അന്ന് കുളിച്ചു വൃത്തിയാകാൻ. കാരണം അത് നമ്മുടെ ഈദുൽ ഉസ്ബുആൻ, ആഴ്ചയിലെ ഈദാണ് യൗമുൽ ജുമഅ. എല്ലാ യൗമുൽ ജുമഅയിലും രാവിലെ എല്ലാ ജന്തുക്കളും പേടിച്ചിട്ടാണ് ഉണരുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പേടിച്ചുണരും. എന്നിട്ട് സൂര്യൻ ഏതു ഭാഗത്ത് നിന്നാണ് ഉദിക്കുന്നത് എന്നവർ നോക്കും. കിഴക്ക് നിന്നാണെങ്കിൽ അവർ സമാധാനിക്കും. കാരണം ഇന്ന് അന്ത്യനാളല്ല, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ നോക്കൂ, ഈ ദിവസമാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ യഹൂദികൾക്ക് മുസ്ലിമീങ്ങളുടെ ഈ ദിവസത്തെക്കുറിച്ച് അവരോട് വലിയ അസൂയയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അവർ ഒത്തുചേരുന്ന ദിവസമാണ് യൗമുൽ ജുമഅ. അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന പ്രത്യേകമായ ഒരു സമയമുള്ള ദിവസം. അന്ന് ഒരു സാഅത്തുണ്ട്, ഒരു സമയമുണ്ട്. അന്ന് ആ സമയത്ത് ദുആ ചെയ്താൽ ഉത്തരമുണ്ട് എന്നാണ്. ഏതാണ് ആ സമയം? 2 സമയങ്ങളാണ് ഇതാകാൻ ഏറ്റവും സാധ്യതയുള്ളത്. 2 സമയം. ഒന്ന്, ഇമാം ഖതീബ് മിമ്പറിൽ കയറിയത് മുതൽ ജുമഅ നിസ്കാരം അവസാനിക്കുന്നത് വരെ ആ സമയത്ത് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ആ സമയത്ത് ഖതീബ് ദുആ ചെയ്യും, ആമീൻ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഖതീബ് 2 ഖുത്ബക്കിടയിൽ ഇരുന്നാൽ ആ സമയത്ത് ആളുകൾക്ക് ദുആ ചെയ്യാം. അതുപോലെ ജുമഅ നിസ്കാരത്തിൽ അതിൻ്റെ സുജൂദിലും അത്തഹിയാത്തിൻ്റെ അവസാനവുമെല്ലാം ദുആ ചെയ്യാം. ഇത് ആ സമയം ആകാൻ ഏറെ സാധ്യതയുള്ള സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിലേറെ സാധ്യത യൗമുൽ ജുമഅയുടെ അവസാനമാണ്, സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ തൊട്ടു മുൻപ്. അസ്റിനും സൂര്യൻ അസ്തമിക്കുന്നതിനും ഇടയിലുള്ള സമയം. അതിനേക്കാൾ സാധ്യതയുള്ളതാണെന്ന രൂപത്തിൽ ഹദീസുകളിൽ വന്നത് കാണാം. അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു എന്ന യഹൂദരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച സഹാബി, അദ്ദേഹം പറയുന്നത് കാണാം, പഴയ കിതാബുകളിൽ പോലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, തൗറാത്തിൽ പോലും അത് വന്നിട്ടുണ്ട്, ഈ സമയമാണത് എന്ന്. ആ സമയത്ത് വെള്ളിയാഴ്ചകളിൽ ദുആ പ്രത്യേകം വർദ്ധിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, അതുപോലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക, കുളിച്ചു വൃത്തിയാകുക, ഖതീബിൻ്റെ ഖുത്ബ പ്രത്യേകം ശ്രദ്ധയോടെ കേൾക്കുക. കാരണം നമ്മുടെ ഈമാൻ നിലനിർത്താൻ വഅള് ആവശ്യമുണ്ട്, ഉപദേശങ്ങൾ ആവശ്യമുണ്ട്, ദീനിനെക്കുറിച്ചുള്ള ഉണർത്തലുകൾ ആവശ്യമുണ്ട്. അത് ആഴ്ചയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കും. അത് ഈ ദിവസമാണ്, ആദം നബിയെ പടച്ച ദിവസമാണ്, ആദം നബി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച ദിവസമാണ്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദിവസമാണ്. അതുപോലെ അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസവുമാണ്. നോക്കൂ, പിശാച് അവരെ അവിടെ നിന്ന് പുറത്താക്കി കളഞ്ഞു. ഈ ഭൂമിയിൽ അള്ളാഹു അവരെ ഇറക്കി, ആദമിനെയും ഹവ്വായിനെയും അള്ളാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കി. അവർ ആ പഴം ആ മരത്തിൽ നിന്ന് കഴിച്ചപ്പോൾ
കഴിച്ചപ്പോൾ അവർക്ക് അവരുടെ നഗ്നത വെളിപ്പെട്ടു എന്നാണ്. അതുവരെ അവർക്ക് അവരുടെ നഗ്നത വെളിപ്പെട്ടിരുന്നില്ല. പക്ഷെ അവരുടെ നഗ്നത ഔറത്ത് പുറത്തു കാണാൻ തുടങ്ങി. ഷൈത്താൻ അവരുടെ വസ്ത്രം ഊരിക്കൊണ്ടിരുന്നു എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. ഷൈത്താൻ അവരുടെ വസ്ത്രങ്ങൾ ഊരിക്കൊണ്ടിരുന്നു. സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറഞ്ഞതാണ്. അവർക്ക് അവരുടെ ഔറത്ത് കാണാൻ വേണ്ടി. നോക്കൂ നിങ്ങൾ, അതിലെ വലിയ പാഠമാണ്. ഔറത്ത് പുറത്ത് കാണിക്കാൻ വേണ്ടി വസ്ത്രം വലിച്ചൂരുക, അത് ആരുടെ സ്വഭാവമാണ്? ശൈത്താന്റെ സ്വഭാവമാണ്. അത് പൈശാചികമാണ്. എന്ത്? ഔറത്ത് വെളിവാക്കുക എന്നത് അത് പൈശാചികമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ആളുകളെ നഗ്നതകളിലേക്ക് വിളിക്കുന്നവർ, എന്തിനാണ് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത്, എന്തിനാണ് മൂടിപ്പുതക്കുന്നത് എന്ന് പറയുന്നവർ പിശാചിലേക്കാണ്, പിശാചിന്റെ പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അസ്സൽ ശൈത്താന്മാരാണ്. എന്ത്? ആളുകളെ നഗ്നതയിലേക്ക് വിളിക്കുന്ന ആളുകൾ. മനസ്സിലായില്ലേ? മനുഷ്യ പിശാചികളാണ് അവർ. പൈശാചികതയാണ് അവരെ നയിക്കുന്നത്. ഒരിക്കലും പിശാചിന്റെ സ്വാധീനമുള്ള ആളുകൾ അവരാണ് ഈ രൂപത്തിൽ ചെയ്യുക. പിശാചിന്റെ സ്വാധീനം അത് നഗ്നത വെളിപ്പെടുത്തുന്നതിനാണ്. എന്നാൽ അവനെതിരായി പ്രവർത്തിക്കുക എന്നത് നഗ്നത മറക്കലാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ലജ്ജയുള്ളവരായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജയുള്ളവരായിരുന്നു. മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലേ? മൂസ അലൈഹിസ്സലാം ശരീരം മൂടുന്ന വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് എന്നാണ്. മനസ്സിലായി? ഔറത്ത് മാത്രം മറക്കുക എന്നല്ല, മറിച്ച് കൂടുതലായി മറച്ചു നടന്നിരുന്നു എന്നാണ്. അത് നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ഔറത്ത് വെളിവാക്കുക എന്നത് വളരെ മോശമായ കാര്യമാണ്. വസ്ത്രം അള്ളാഹു നൽകി എന്ന നിഅമത്തിന് അതിനോടുള്ള നന്ദികേടാണത്. വസ്ത്രം അള്ളാഹു നൽകി എന്ന നിഅമത്തിനുള്ള നന്ദികേടാണെന്ത്? വസ്ത്രം ഉരിഞ്ഞടക്കുക എന്നത്. പുരുഷന്മാർ അവരുടെ ഔറത്ത് വെളിപ്പെടുത്തുക, മുട്ടുവെക്കലിനിടയിൽ അവരുടെ ഔറത്താണ് അത് വെളിപ്പെടുത്തുക. അല്ലെങ്കിൽ അവിടം ആളുകൾക്ക് അതിൻ്റെ ആകൃതി വെളിവാകുന്ന രൂപത്തിൽ ഇടുങ്ങിയ വസ്ത്രം ധരിക്കുക. ഇത് എത്രയാണ് ഇന്ന് പുരുഷന്മാരിലുള്ളത്? സ്ത്രീകളുടെ കാര്യമാകട്ടെ, ഔറത്ത് വെളിവാക്കുക എന്നത് ഹദ്ദിസ് വല ഹറജ്, പറയേണ്ടതില്ലാത്ത രൂപത്തിൽ അത്രയും വ്യാപകമാണ്. പാടില്ലാത്ത കാര്യമാണ്. വളരെ മോശമായ കാര്യമാണ്. പിശാചിൻ്റെ പ്രവർത്തനമാണ് വസ്ത്രം ഉരിയുക എന്നത്. എന്നാൽ വസ്ത്രം അണിയുക എന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല കാര്യം. എത്രത്തോളം ഒറ്റക്കായിരിക്കുമ്പോഴും എന്ത് ചെയ്യരുത്? നഗ്നനായിരിക്കരുത്. ഒരു വസ്ത്രവും ധരിക്കാതെ ഒറ്റക്ക് പോലും ഇരിക്കാൻ പാടില്ല. അതിനാവശ്യമുള്ള സന്ദർഭത്തിലൊഴികെ, അഥവാ വിസർജന സമയത്ത്, ലൈംഗിക ബന്ധത്തിൻ്റെ സമയത്ത്, അങ്ങനെയുള്ള സന്ദർഭത്തിലല്ലാതെ ഒരാൾ വസ്ത്രം ഉരിഞ്ഞിരിക്കുക, ഒരു വസ്ത്രവും ധരിക്കാതെ ഇരിക്കുക എന്ന് പാടില്ല. അല്ലാഹു അഹഖു അൻ യുസ്തഹിയ മിൻ, അള്ളാഹു ആണ് നീ ലജ്ജ കാണിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പല പണ്ഡിതന്മാരും അത് ഹറാമാണെന്ന് പറഞ്ഞവരാണ്. കേവലം കറാഹത്ത് മാത്രമല്ല, ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് പലരും. എന്ത്? ഔറത്ത് ഒറ്റക്കാണെങ്കിലും വെറുതെ വെളിവാക്കുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഹറാമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതനാണ്. മനസ്സിലായി? അത് ചെയ്യരുത്, മോശമാണ്. ഒറ്റക്കാണെങ്കിൽ പോലും നീ ഔറത്ത് മറക്കുക, ഔറത്ത് ആവശ്യത്തിനല്ലാതെ വെളിപ്പെടുത്താതിരിക്കുക. അതാണ് ശരിയായ കാര്യം. നോക്കൂ, അങ്ങനെ പിശാച് അവരെ അവിടെ നിന്ന് പുറത്താക്കി. വഖുൽന, നാം പറഞ്ഞു, ഇഹ്ബിതു, നിങ്ങൾ താഴെ ഇറങ്ങുക. ഇതിൽ നിന്ന് മനസ്സിലാക്കാം സ്വർഗം എവിടെയാണ്? മുകളിലാണ്. സ്വർഗം മുകളിലാണ്. അതുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞത്. ബഅദുകും ലിബഅദിൻ അദു, ബഅദുകും നിങ്ങളിൽ ചിലർ, ലിബഅദിൻ മറ്റു ചിലർക്ക് അദു ശത്രുക്കളാണ്. വലക്കും ഫിൽ അർദി മുസ്തഖർ, വലക്കും നിങ്ങൾക്കുണ്ട് ഫിൽ അർദി ഭൂമിയിൽ മുസ്തഖറുൻ, നിങ്ങൾക്ക് ഭൂമിയിൽ എന്തുണ്ട്? മുസ്തഖറുണ്ട്. മുസ്തഖർ എന്ന് പറഞ്ഞാൽ ഇസ്തിഖറാറിന്റെ ഇടം, കഴിയാനുള്ള ഇടം. മറ്റാ, മറ്റാ എന്താണ്? വിഭവം. മറ്റാ എന്ന് പറഞ്ഞാൽ വിഭവം, കഴിച്ചിങ്ങനെ തീർക്കാനുള്ള വിഭവത്തിന് എന്ത് പറയും? മറ്റാ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നില്ല, അദ്ദുനിയ കുല്ലുഹാ മറ്റാ വഖൈറു മറ്റാഇ ദുനിയ അൽ മർഅതു സാലിഹ. ഈ ഭൂമി മുഴുവൻ, ദുനിയാവ് മുഴുവൻ മറ്റാണ്, അനുഭവിക്കാനുള്ള വിഭവങ്ങളാണ്. വഖൈറു മറ്റാഇ ദുനിയ, ഈ ദുനിയാവിൽ അനുഭവിക്കാനുള്ള ഏറ്റവും നല്ല മറ്റാ അൽ മർഅതു സാലിഹ, സാലിഹത്തായ നല്ലവളായ ഒരു പെണ്ണാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. വമറ്റാഉൻ ഇലാ ഹീൻ, ഒരു സമയം വരെ. ഹീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത സമയം, അതിനാണ് എന്ത് പറയുക? ഹീൻ. അതിന്റെ ബഹുവചനമാണ് അഹ്യാൻ. പല സന്ദർഭങ്ങളിൽ ഹീൻ എന്ന് പറഞ്ഞ ഒരു സന്ദർഭം, അഹ്യാൻ പല സന്ദർഭം, അഹ്യാനൻ പലപ്പോഴും.
പല സന്ദർഭങ്ങളിലും. അള്ളാഹു പറഞ്ഞില്ലേ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യന് കടന്നുപോയിട്ടില്ലേ ദഹറിൽ ഒരു ഹീൻ, കാലത്തിൽ ഒരു സമയം, ലം യകുൻ ശൈഅൻ മദ്കൂറ, അവൻ പറയപ്പെടുന്ന ഒരു വസ്തുവേ അല്ലാതിരുന്ന, പ്രസ്താവ്യമായ ഒരു വസ്തുവേ അല്ലാതിരുന്ന, പറയാൻ മാത്രം ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അവൻ ഇല്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ. ഒരു സമയം വരെ നിങ്ങൾക്ക് ഭൂമിയിൽ എന്തുണ്ട്, മറ്റാറുണ്ട്, മുസ്തഖറുണ്ട്, താമസിക്കാനുള്ള ഇടമുണ്ട്, വിഭവങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ് അർദ്, ഭൂമി ശാശ്വതമല്ല. മറിച്ച് ഇവിടെ ഉള്ളത് ഒരു സമയം വരേക്കുള്ള നിങ്ങളുടെ ഇടം മാത്രമാണ്. ഒരു സമയം വരെ, വളരെ കുറഞ്ഞൊരു സമയം, വളരെ വളരെ കുറഞ്ഞൊരു സമയം. ഭൂമി ഒന്നാകെ എടുത്താലും അത്രയേ ഉള്ളൂ. ഈ ഉമ്മത്തിൻ്റെ കാര്യം എടുത്താൽ സുബ്ഹാനല്ലാഹ്, ഫജ്ർ തൊട്ട് ളുഹർ വരെയുള്ള സമയമൊക്കെ കഴിഞ്ഞു, ളുഹർ തൊട്ട് അസ്ർ വരെയുള്ള സമയം കഴിഞ്ഞു. അതും കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഉമ്മത്തിൻ്റെ സ്ഥിതി. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ സ്ഥിതി മൊത്തം ലോകം എടുത്തു നോക്കിയാൽ അവസാനമാണ്. ഇത് അന്ത്യനാളിനോട് ഏറ്റവും അടുത്ത സമുദായമാണ്. നമുക്കും അന്ത്യനാളിനും ഇടയിൽ ഇനി ഒരു സമൂഹം വരാനില്ല, ഇനി ഒരു നബിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വിരലുകൾ ചേർത്ത് വെച്ച് എന്ത് പറഞ്ഞത്, ബുഇത്തു അന വസ്സഅതു കഹാതൈൻ, ഞാനും അന്ത്യനാളും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇതുപോലെ രണ്ട് വിരലുകൾ, അടുത്തടുത്ത വിരലുകൾ ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഉമ്മത്ത് ലോകം ഒന്നാകെ എടുത്താൽ ഭൂമിയുടെ ആയുസ് വളരെ കുറവാണ്, അതിൽ ഈ ഉമ്മത്തിൻ്റെ വളരെ കുറവാണ്. നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് അതിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അതിൽ തന്നെ കുറേ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി എത്രയാണ് ബാക്കിയുള്ളത് നമുക്കറിയില്ല. ഇതുകൊണ്ട് വളരെ വളരെ സൂക്ഷിക്കുക. വളരെ വളരെ കുറഞ്ഞ സമയമാണ് ഉള്ളത്, വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ഇവിടെ ഒരിക്കലും ഒരാൾക്കും ശാശ്വത ജീവിതമില്ല, ഒരാൾക്കുമില്ല. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ് അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. നബിയെ, താങ്കൾക്ക് മുൻപ് ഒരാൾക്കും നാം ശാശ്വത ജീവിതം നിശ്ചയിച്ചിട്ടില്ല. താങ്കൾ മരിച്ചു പോവുകയും എന്നിട്ട് അവരൊക്കെ ഇവിടെ ശാശ്വതരായി ജീവിക്കുമോ? ഇല്ല. അള്ളാഹുവിൻ്റെ നബിമാർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും മുന്നിലും മരണം മുന്നിലുണ്ട്. അത് യുവാക്കളെയാണ് കൂടുതൽ പിടികൂടുന്നത്. അതുകൊണ്ടാണ് സമൂഹത്തിൽ വൃദ്ധന്മാർ കുറവും യുവാക്കൾ കൂടുതലുമെന്ന് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞത് കാണാം. ആളുകൾ കൂടുതൽ മരിക്കുക വയസ്സാകുന്നതിന് മുമ്പാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ ഈ വാക്ക് അഥവാ നമ്മൾ കാണുന്ന ഈ യാഥാർത്ഥ്യം എവിടെയും കൂടുതൽ ആരായിരിക്കും, ചെറുപ്പക്കാരാണ് എന്നത് അതിനുള്ള തെളിവാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതുകൊണ്ട് ഒരാളെയും മരണത്തിന് വൃദ്ധനെന്നോ യുവാവെന്നോ കുട്ടിയെന്നോ ഒന്നുമില്ല, വേർതിരിക്കുകയില്ല, എല്ലാവരും കണക്കാണ്. സമയമെത്തിയാൽ ആരെയും അത് പിടികൂടാം. ഇവിടെ നോക്കൂ, ഭൂമിയിൽ നിങ്ങൾക്ക് മുസ്തഖറും മറ്റാവുമുണ്ട് എന്നാണ് പറഞ്ഞത്. പണ്ഡിതന്മാരിൽ ചിലർ, ആധുനിക പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ഭൂമിയിൽ മാത്രമേ മനുഷ്യന് ഒരു സ്ഥിരതാമസം എന്ന നിലക്ക് താമസിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഖുർആനിലെ ഇതുപോലുള്ള ആയത്തുകളിൽ സൂചനയുണ്ട്. അതല്ലാതെ മറ്റുള്ള നക്ഷത്രങ്ങളിലോ ഗ്രഹങ്ങളിലോ ഒന്നും ചിലപ്പോൾ അവിടെ കയറാൻ സാധിച്ചേക്കും എന്നതിന് ഖുർആനിലും സുന്നത്തിലും അതിന് എതിരായ കാര്യമില്ല, മറിച്ച് അതിന് സാധ്യതയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ താമസിക്കാനുള്ള ഇടമായി അള്ളാഹു നിശ്ചയിച്ചത് ഭൂമിയാണ്. ഫീഹാ തഹ്യൗന വഫീഹാ തമൂതൂൻ വമിൻഹാ തുഖ്റജൂൻ, നിങ്ങൾ അവിടെയാണ് ജീവിക്കുക, അവിടെയാണ് മരിക്കുക, അവിടെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക നിങ്ങൾ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് ഭൂമിയാണ് അതിനുള്ള ഇടം. അതല്ലാത്തത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്ഥിരവാസത്തിനുള്ള ഇടമല്ല എന്ന് നമുക്ക് ഈ ആയത്തിലൂടെയും ഇതുപോലുള്ള മറ്റുള്ള പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെയും മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.